ഹായ്, വെൽക്കം ടു സ്മാർട്ട് ഫോളിയോ. ഞാൻ ഈ തമ്പനയിൽ കൊടുത്ത പോലെ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ട്രേഡർ ആവാം. കുറച്ച് ഡിസിപ്ലിനോട് കൂടി കുറച്ച് റൂൾസ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും പ്രോഫിറ്റബിൾ ട്രേഡർ ആവാം. ഞാൻ എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് വളരെ കണിശമായിട്ട് ഫോളോ ചെയ്യാൻ പറഞ്ഞ കുറച്ച് റൂൾസ് ഉണ്ട്. ഞാനും എൻ്റെ ട്രേഡിംഗ് ജേർണിയിൽ ഞാൻ ഫോളോ ചെയ്യുന്ന റൂൾസ് ആണത്. അത് ഇവിടെ തന്നെ ഞാൻ അതൊരു ഫ്രെയിം ചെയ്തിട്ട് തന്നെ ആ ഒരു റൂൾസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. കാരണം എല്ലാ ട്രേഡിന് മുമ്പും ഞാൻ എൻ്റെ റൂൾസ് ഓരോ തവണ നോക്കിയിട്ടാണ് അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ പിന്നീട് ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ ഒരു റൂൾസ് എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അഡ്വൈസസ് ഓർ വാർണിംഗ്സ് എന്നുള്ളതാണ് ഞാൻ ഇതിന് ഹെഡിങ്സ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റിൽ ഈ 4 ഗ്രീൻ ആയിട്ട് വരുന്ന ആദ്യത്തെ 4 റൂൾസ് നമ്മൾ ഇതെടുക്കുന്നതിന്റെ മുമ്പുള്ളതാണ്. കാരണം ഒരു പൊസിഷൻ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളാണ് ഈ ആദ്യത്തെ 4 ഗ്രീനിൽ കൊടുത്തിരിക്കുന്നത്. പിന്നീട് വരുന്ന ഒരു 3 ഇത് നമ്മൾ പൊസിഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം എക്സിറ്റ് ആവുന്നത് വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഉള്ളത് ഈ അടുത്ത ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്ന 3 എന്നുള്ളത് ജനറൽ ആയിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തേത് തന്നെ നോക്കാം. ആദ്യത്തെ നമ്പർ 1, ടേക്ക് പൊസിഷൻ ആഫ്റ്റർ 90% കൺഫർമേഷൻ യുവർ സെൽഫ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു 90% കൺഫർമേഷൻ നമുക്ക് ആയതിന് ശേഷം മാത്രം, അല്ലെങ്കിൽ ഒരു 90% കൺഫർമേഷന് ശേഷം മാത്രമേ നമ്മളൊരു ട്രേഡിങ്ങിലോട്ട്, അത് നമ്മൾ സ്ട്രാറ്റജി ആണെങ്കിലും ചിലപ്പോൾ നമുക്കറിയാം നമ്മൾ സ്ട്രാറ്റജി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ട്രേഡ് വിന്നിങ് ട്രേഡ് ആണ് എന്നുള്ളത് നമ്മൾ സെൽഫ് നമുക്കൊരു 90% കൺഫർമേഷൻ വേണം. അതല്ലാതെ ഒരു 50-50 കിട്ടി പോയി എന്നുള്ള രൂപത്തിൽ ഒരു ലോട്ടറി എടുക്കുന്ന പോലെ നമ്മൾ ഇത് എടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഒരു 90% നമ്മൾ സ്ട്രാറ്റജി ബേസ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 90% സ്ട്രാറ്റജി ഒരു കൺഫർമേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രാറ്റജി നമ്മൾ പേപ്പർ ട്രേഡ് ചെയ്തിട്ട് 90% കൺഫർമേഷൻ ആയതിനു ശേഷം ഇതാക്കാനും വേണ്ടി എന്തെല്ലാം ചേഞ്ചസ് നമ്മൾ സ്ട്രാറ്റജിയിൽ വരുത്തണോ അതെല്ലാം വരുത്തിയതിനു ശേഷം നമുക്ക് 90% കൺഫർമേഷൻ കിട്ടിയതിനു ശേഷം മാത്രം ആ ഒരു ട്രേഡിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രേഡിൽ നമ്മൾ എൻട്രി ചെയ്യാം. നമ്പർ 2, ഇഫ് യു ഡോണ്ട് ഹാവ് എനഫ് ടൈം ഡോണ്ട് ടേക്ക് പൊസിഷൻ. പലപ്പോഴും ചിലപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് കല്യാണത്തിന് പോകാനുണ്ടാവും. അപ്പം ആദ്യത്തെ 10 മണി മുതൽ 12 മണി വരെ നമ്മൾ ഫ്രീ ആയിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും പിന്നെ ഞാൻ ഈ ഗ്യാപ്പിൽ ഒരു ട്രേഡ് എടുത്താലോ എന്നുള്ളത്. നോ, ഒരു കാരണവശാലും നിങ്ങൾ ആ മാർക്കറ്റ് ടൈം നിങ്ങൾ ബിസി ആണെന്ന് ഫ്രീ ആണെങ്കിൽ മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കുക. കാരണം ട്രേഡിൽ നമ്മൾ ഒരിക്കലും ഒരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ പൊസിഷൻ എക്സിറ്റ് ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചാലും കൂടുതൽ സമയം നമുക്ക് അത് ഹോൾഡ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ പെട്ടെന്ന് എക്സിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ അത് രണ്ടും നമുക്ക് പറയാൻ പറ്റില്ല. ചില സമയത്ത് എന്താണെന്ന് പറയുക, നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ടൈം നമുക്ക് എൻഗേജ്ഡ് ആവേണ്ടി വന്നാൽ നമ്മളിത് ലോസിലാണെങ്കിൽ ലോസോട് കൂടി നമ്മളത് എക്സിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് നമ്മളത് സമയമെല്ലാം ഓക്കെ ആ ഒരു ദിവസം വിട്ടേക്കും, അല്ലെങ്കിൽ ആ ഒരു സമയം വിട്ടിട്ട് നിങ്ങൾ നെക്സ്റ്റ് ഡേ ഉണ്ടല്ലോ മാർക്കറ്റ്, നെക്സ്റ്റ് ഡേ നമുക്ക് ട്രേഡ് ചെയ്യാം. ട്രേഡിങ് അന്നത്തോട് ഒരു ദിവസത്തോട് മാത്രം തീർന്നു പോകുന്ന ഒന്നല്ലല്ലോ നമുക്ക്. അത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. നമ്പർ 3, ഡോണ്ട് ഫോർഗെറ്റ് സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റ് ബിഫോർ എൻട്രി. നമ്മൾ ഓരോ എൻട്രി എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിന്റെ SL-ഉം അതേപോലെ ടാർഗറ്റും ഇത് രണ്ടും നമ്മൾ ഡിഫൈൻ ചെയ്യണം. എന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഒരു ട്രേഡിലോട്ട് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞ ശേഷം ഇനിയിപ്പോൾ ഞാൻ എവിടെയാണ് SL വെക്കേണ്ടത്, പൊസിഷൻ എടുത്തതിന് ശേഷം ഇനിയിപ്പോൾ SL ഞാൻ എവിടെയാ വെക്കുക, ടാർഗറ്റ് എവിടെ വരെ പോവാ എന്നുള്ളത് അത് ആലോചിച്ച് വറീഡാവാൻ പാടില്ല. നമ്മൾ പൊസിഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ പൊസിഷൻ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കണം എൻ്റെ സ്റ്റോപ്പ് ലോസ്, ഇവിടെ ആയിരിക്കണം എൻ്റെ ടാർഗറ്റ് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, നമ്പർ 4, റൈസ് SL വെരി നെക്സ്റ്റ് മൊമെന്റ് ആഫ്റ്റർ എൻട്രി, നോ മെന്റൽ SS. നമ്മളൊരു പൊസിഷന് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് നെക്സ്റ്റ് മൊമെന്റ് നമ്മൾ SL ആണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. SL അല്ലാതെ നമ്മളെ മൈൻഡിൽ ഒരു 1000 രൂപ ലോസ് വന്നാൽ ഞാൻ SL ചെയ്യാമെന്നുള്ളത് മൈൻഡിൽ വെക്കരുത്. ആ ഒരു മൈൻഡിൽ വെച്ചുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു പൊസിഷൻ എൻട്രി ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ SL നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യ പൊസിഷൻ എടുത്താൽ വെരി നെക്സ്റ്റ് മൊമെന്റ് നമ്മൾ SL പ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പം ഇത് 4 നമുക്കുള്ളത്. ഈ നമ്പർ 5 എന്നുള്ളത് നമ്മൾ പൊസിഷൻ ആയതിനു ശേഷം വരുന്ന റൂൾസ് ആണ്. ഷുഡ് ബി എക്സിറ്റ് പൊസിഷൻ ആസ് പെർ SL ഓർ ടാർഗറ്റ്
ഓർ ട്രയൽ എസ് എൽ. നമ്മൾ പൊസിഷന് നമ്മൾ ഷുഡ് ബി നിർബന്ധമായിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യണം എപ്പോഴും. ഒന്നുകിൽ എസ് എൽ എത്തിയാൽ നമ്മൾ എക്സിറ്റ് ചെയ്യുക, എസ് എൽ ഓട്ടോമാറ്റിക്കലി അടിച്ചോളും. അല്ലാന്ന് ടാർജറ്റ് എത്തിയാൽ ടാർജറ്റ് എക്സിറ്റ് ചെയ്യുക. ഇനി അതല്ലാന്ന് ടാർജറ്റ് എത്തിയാൽ നമ്മൾ എസ് എൽ നമ്മൾ ട്രെയിൽ ചെയ്യാം. മീൻസ് നമുക്ക് ടാർജറ്റ് 1 എത്തിയാൽ നമുക്ക് എസ് എൽ കോസ്റ്റ് ടു കോസ്റ്റിലോട്ട് മാറ്റാം. ടാർജറ്റ് 2 എത്തിയാൽ ടാർജറ്റ് 1 ഈ എസ് എൽ നമുക്ക് മാറ്റാം. അങ്ങനെ നമുക്ക് ട്രയൽ ചെയ്തുകൊണ്ട് കൊണ്ടുപോകാം. ഇറ്റ് ഈസ് ഓക്കെ. Number 6, should be exit position when OI changes against you. OI means open interest. നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്തായാലും നമ്മൾ ഈ പൊസിഷനൊക്കെ എടുക്കുന്നതിന് മുമ്പ് ഓപ്പൺ ഇൻട്രസ്റ്റും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ടാവും. കാരണം ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ഓപ്ഷൻ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഒഴിവാക്കാൻ പറ്റാത്ത വെരി ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സംഭവമാണ് ഓപ്പൺ ഇൻട്രസ്റ്റ്. ഓപ്പൺ ഇൻട്രസ്റ്റിനെ കുറിച്ചുള്ള സെപ്പറേറ്റ് വീഡിയോസ് ഒക്കെ നമ്മൾ വീഡിയോയിലുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, നമുക്ക് എങ്ങനെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കാം, സ്ട്രൈക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കത് പോയി നോക്കിക്കാൻ നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ വീഡിയോ കിട്ടും. കാണാത്തവർ നിർബന്ധമായിട്ടും കാണുക. അപ്പൊ ഈ OI ചേഞ്ചസ് നമ്മളെ വ്യൂവിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് OI ചേഞ്ചസ് ബിൽഡപ്പ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അധികം പിന്നെ നമ്മൾ ആ ട്രേഡ് വെച്ചുകൊണ്ടിരിക്കേണ്ട. മറ്റേ ചെറിയ SL ആണെങ്കിൽ കൂടെ അത് കൊടുത്തിട്ട് പെട്ടെന്ന് ഫുൾ കംപ്ലീറ്റ് SL നമ്മൾ മാർക്കറ്റിന് കൊടുക്കാതെ തന്നെ OI ചേഞ്ചസ് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ബിൽഡപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ എക്സിറ്റ് ചെയ്യാം. അത് എൻ്റെ ഒരു ട്രേഡിംഗ് എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണത്. പിന്നെ നമ്പർ 7, ഡോണ്ട് വെയിറ്റ് ടു റിക്കവർ ദ ലോസ് ടു എക്സിറ്റ് വെൻ മാർക്കറ്റ് അഗെയിൻസ്റ്റ് യു. ഇത് ശരിക്കും നേരെ മുകളിൽ പറഞ്ഞ ഈ പോയിന്റ് ആണ്. കാരണം OI ചേഞ്ചസ് നമുക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ചേഞ്ചസ് ആവുന്ന സമയത്ത് ഒരു പക്ഷെ നമ്മൾ ലോസിലായിരിക്കാം. മീൻസ് നമ്മൾ SL അടിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ എന്നാലും നമ്മൾ എൻട്രി എടുത്തതിനേക്കാളും ഡൗണും ആയിരിക്കാം. ആ ഒരു സമയത്ത് എന്നാൽ പിന്നെ ഏതായാലും എക്സിറ്റ് ചെയ്യല്ലേ, നമ്മൾ ആ ഒരു ലോസ് കവർ ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യാം എന്ന് കരുതിയിരിക്കരുത്. കാരണം ആ ഒരു ലോസ് വീണ്ടും വലിയ ലോസിലോട്ട് പോവുകയുള്ളൂ. അത് മുകളിലോട്ട് കയറട്ടെ എന്ന് കരുതി നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യും, അത് വീണ്ടും നമ്മൾ ലോസ് കൂട്ടി വരും. ഓക്കെ. നമ്പർ 8 ജനറൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ. ഡോണ്ട് ഓവർ ട്രേഡ് പെർ ഡേ ടു ഓൺലി SL ഹിറ്റ് ലോസ് ഓർ പ്രോഫിറ്റ്. നമ്മൾ ഓവർ ട്രേഡ് കഴിയുന്നതും ഒഴിവാക്കുക. ഒരു ദിവസം മാക്സിമം 2 ട്രേഡ്. പക്ഷേ ഈ മാക്സിമം 2 ട്രേഡ് എന്ന് ഞാൻ പറയുമ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് പൊസിഷൻ സൈസിങ്. കാരണം നമുക്കൊരു ദിവസം ലോസ് വരുത്താവുന്ന ഒരു സംഖ്യ ഉണ്ടാവണം നമുക്ക്. അത് നമ്മളെ ക്യാപിറ്റലിന്റെ മാക്സിമം 2%. ഇതിനെ പൊസിഷൻ സൈസിങ്ങിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളെ ചാനലിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. 1,00,000 രൂപ ക്യാപിറ്റൽ ഉള്ള ഒരാൾക്ക് അതിന്റെ 2% മീൻസ് 2,000 രൂപയാണ് ഒരു ദിവസം മാർക്കറ്റിന് കൊടുക്കാവുന്ന മാക്സിമം സംഖ്യ. ആ 2,000 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മിണ്ടാണ്ട് ലാപ്ടോപ്പോ സിസ്റ്റം ഓഫ് ചെയ്തിങ്ങാണ്ട് മിണ്ടാണ്ടിരിക്കുക. എൻ്റെ ഒരു തിയറി അങ്ങനെയാണ്. കാരണം അങ്ങനെ വരുമ്പം നമ്മൾ ഈ ആദ്യത്തെ 2 ട്രേഡ് നമ്മളിവിടെ പറഞ്ഞു. പക്ഷെ ഈ ആദ്യത്തെ ഫസ്റ്റ് ട്രേഡിൽ തന്നെ നമ്മൾ 2,000 SL കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ സെക്കൻഡ് ട്രേഡിന് ചാൻസ് ഇല്ല കേട്ടോ. അത് വളരെ ശ്രദ്ധിക്കണം. അതേ സ്ഥാനത്ത് ആദ്യത്തെ ട്രേഡിൽ നിങ്ങൾ 1,000 കൊടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു ട്രേഡും കൂടി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. എങ്ങനെ? അതും മാക്സിമം ലോസ് 1,000-നുള്ളിൽ തീരണം. കാരണം മാക്സിമം ഒരു ദിവസത്തെ ലോസ് നമ്മളെ ക്യാപിറ്റലിന്റെ 2% താഴെയായിരിക്കണം. വളരെ ശ്രദ്ധിക്കണം അത്. ഓക്കെ. പിന്നെ വരുന്നത് നമ്പർ 8, അവോയ്ഡ് റിവെഞ്ച് ഓർ ഗ്രീഡി ട്രേഡിംഗ് വിൽ ബി ബിഗ് ലോസ്. പലപ്പോഴും പല ആൾക്കാർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ആദ്യത്തെ ഒരു ട്രേഡ് നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. അന്ന് മാർക്കറ്റ് ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ്, എൻ്റെ സൈഡിലോട്ടാണ് വരുന്നത്. അപ്പൊ ഇന്ന് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയേക്കാം. ആദ്യം നല്ല പ്രോഫിറ്റ് കിട്ടി, രണ്ടാമത് വീണ്ടും ഒരു ട്രേഡ് ഇത് ചെയ്യും. ആ ഒരു ഇതിൽ ആദ്യത്തെ കിട്ടിയ പ്രോഫിറ്റും പിന്നെ അതിനോടൊപ്പം വീണ്ടും കുറച്ച് ലോസും കൂടെ ഉണ്ടാക്കിയിട്ടാവും നമ്മൾ സെക്കൻഡ് ട്രേഡ് വരുന്നത് അല്ലെങ്കിൽ തേർഡ് ട്രേഡ് വരുന്നത്. അപ്പം മാക്സിമം നല്ല പ്രോഫിറ്റ് കിട്ടൽ മാർക്കറ്റ് എപ്പോഴും അൾട്ടിമേറ്റ് ആണ്. മാർക്കറ്റിനോടൊപ്പം നമ്മൾ അവസരത്തിനനുസരിച്ച് നമ്മൾ കുറച്ച് പ്രോഫിറ്റ് എടുക്കുക, മാർക്കറ്റിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും അനുവർത്തിക്കേണ്ട ഒരു രീതി. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രീഡി ആയിട്ട്, അതേപോലെ നമ്മൾ ഈ റിവെഞ്ച് ട്രേഡിങ് നമുക്ക് പലപ്പോഴും വരാറുണ്ട്. കാരണം പല ആൾക്കാരും മൈൻഡ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ട്രേഡിൽ നമുക്ക് കുറച്ച് ലോസ് വരും. ഈ ലോസ് വരുമ്പോഴേ പിന്നീട് നമ്മളെ ചിന്ത പ്രോഫിറ്റ് ഉണ്ടാക്കാനല്ല, ഈ ലോസ് റിക്കവർ ചെയ്യാനും. ഈ ലോസ് ഒന്ന് തീർന്ന അന്നത്തെ ദിവസം നിർത്തായിരുന്നു എന്നുള്ളത്. എന്നിട്ട് രണ്ടാമത്തെ ട്രേഡ് എടുക്കും. എന്തിന്? ആദ്യത്തെ ട്രേഡിന്റെ ലോസ് റിക്കവർ ചെയ്യാൻ. പക്ഷെ എന്താ ഫലം എന്താ ഉണ്ടാവുക? രണ്ടാമത്തെ ട്രേഡും ലോസിലേക്ക്. പിന്നെ മൂന്നാമത്തെ ട്രേഡ് കുറച്ചും കൂടെ ആവേശത്തിൽ എടുക്കും. കാരണം എന്തിനാ? ഈ 2 ലോസ് നമ്മൾ തീർക്കണ്ടേ. പക്ഷെ ഇതൊക്കെ ചെന്നെത്തുന്നത് വലിയ ലോസിലേക്കായിരിക്കും. എക്സ്പീരിയൻസ്ഡ് ആണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം.
ഈ കാര്യം ഞാൻ സെൽഫ് എക്സ്പീരിയൻസ്ഡ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കറക്റ്റ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ട്രേഡിൽ നമ്മൾ ലോസ് വന്നോ അല്ലാണ്ട് നമ്മൾ മാക്സിമം ലോസ് ചെയ്യാവുന്ന ഒരു എമൗണ്ട്, ആ ഒരു എമൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയി അന്നത്തെ ദിവസം ആരോടും കാരണം മാർക്കറ്റിനോട് നമുക്ക് ഒരു കാരണവശാലും റിവെഞ്ച് ചെയ്യാൻ കഴിയില്ല. മാർക്കറ്റ് ഈസ് അൾട്ടിമേറ്റ് ആണ്. കാരണം മാർക്കറ്റിന് മുമ്പിൽ നമ്മൾ ഒന്നുമല്ല, നമ്മളെല്ലാം ഈ മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അല്ലെങ്കിൽ ഏത് ദിശയിലോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് അതൊക്കെ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഓക്കെ, പിന്നെ ഉള്ളത് ലാസ്റ്റ് പോയിന്റ് നമ്പർ 10, ട്രേഡ് എവറി ഡേ ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ലോസ് കൺട്രോൾ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഞാൻ ഈ മുമ്പ് പറഞ്ഞതാണിത്. കാരണം ഈ 90% കൺഫർമേഷൻ കിട്ടാത്ത ഒരു ട്രേഡിൽ നമ്മൾ എൻട്രി ചെയ്യരുത്. ഇനി ഒരു പക്ഷേ നമ്മൾ 9:15 മാർക്കറ്റ് തുടങ്ങി, വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം 2 മണിയായി, ഇതുവരെ നിങ്ങൾക്ക് 90% കൺഫർമേഷൻ കിട്ടാത്തൊരു ട്രേഡ് വരുമ്പോഴേ നിങ്ങൾ ചാടി കയറി പിന്നൊരു 60%ഓ 50%ഓ കൺഫർമേഷൻ ഉള്ള ഒരു ട്രേഡിലോട്ട് നിങ്ങൾ ചാടി വീഴണം. അന്നത്തെ ദിവസം നിങ്ങൾ ഒഴിവാക്കുക. മാർക്കറ്റ് പിറ്റേന്നുണ്ട്. കാരണം ഈ ട്രേഡ് എവറി ഡേ ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ ലോസ് കവർ ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ ലോസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പ്രോഫിറ്റ്. മീൻസ് നമ്മൾ ലോസ് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് തന്നെ ഒരു പ്രോഫിറ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇത് ചെയ്യാണ്ടിരിക്കുക. കാരണം പല മെയിനായിട്ട് നമ്മൾ ഒരുപാട് വലറ്റൈലിറ്റി ഉണ്ടാവുന്ന ഈവൻസ് ഡേയ്സ്, അതേപോലെ വളറ്റൈലിറ്റി ഉണ്ടാകാവുന്ന ദിവസങ്ങളൊക്കെ വരാറുണ്ട്. അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ നമ്മളെ കൺട്രോളിൽ നിൽക്കുന്ന മാർക്കറ്റ് അല്ല. കാരണം നമ്മളൊക്കെ മിക്കവാറും ചെറിയ SL ആയിരിക്കും വെക്കുക. പക്ഷെ ഇതിന്റെ വളറ്റൈലിറ്റി ചിലപ്പോൾ നമ്മളെ SLന് ഒരു 20 പോയിന്റ് ആണെങ്കിൽ 30-40 പോയിന്റ് ഒക്കെ വളറ്റൈലിറ്റി ഉണ്ടാവുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വിട്ടു നിൽക്കുക, ജസ്റ്റ് വാച്ച് ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്യാവുന്നത്. പിന്നെ റീഡ് അബോവ് ലൈൻസ് ബിഫോർ എവറി എൻട്രി. ഓരോ എൻട്രി എടുക്കുന്നതിന് മുമ്പ് ഈ ലൈനുകളൊക്കെ ഒന്ന് വായിക്കുക, മൈൻഡിൽ സെറ്റാക്കി വെക്കുക. ഈ ഒരു ഡിസിപ്ലിൻ നിങ്ങൾ ഇത് ശരിക്കും ഇതേപോലെ തന്നെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ പറ്റുന്നുണ്ട്. ഇത് തന്നെയാണ് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് വളരെ കണിശമായിട്ട് കമ്പൽസറി ആയിട്ട് ഫോളോ ചെയ്യാൻ പറയും. കാരണം ഇതിൽ നിങ്ങൾ ഒന്നും കൂടെ പഠിക്കാനുള്ളത് പൊസിഷൻ സൈസിങ്, അതേപോലെ തന്നെ OIന്റെ ഈ 2 കാര്യങ്ങൾ, ഇതിനെ രണ്ടിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ വീഡിയോ നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട്. അതും കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടും, എങ്ങനെ ഒരു നല്ലൊരു അല്ലെങ്കിൽ ഡിസിപ്ലിനോട് കൂടി എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എൻഡ് ഓഫ് മന്ത് നിങ്ങൾ എന്തായാലും പ്രോഫിറ്റിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് VM Rafiq സൈനിങ് ഓഫ്.